ഗുഡ് മോർണിംഗ്. സമയം 6:40 രാവിലെ. നല്ല മഴയൊക്കെ പെയ്തു കേട്ടോ. നല്ല തടുപ്പായിരുന്നു. നല്ല സുഖമായിട്ട് ഉറങ്ങി. ഞാൻ ഉറങ്ങിയ സൈഡൊക്കെ കണ്ടോ, സൈഡിലെ സ്ഥലം കണ്ടോ, ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. നൈസാണ്. ഇവിടെ ഒരു ട്വെൽ സ്റ്റേഷൻ ഉണ്ട് ഇന്ത്യൻ ഓയിലിൻ്റെ. പക്ഷെ അവിടെ പോയിട്ട് വാഷ്റൂം യൂസ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ, സമ്മതിക്കുമെന്ന് അറിയില്ല. നല്ല ഉറക്കം ഉറങ്ങി കേട്ടോ. അവിടെ ടോയ്ലറ്റ് വർക്കിംഗ് അല്ല പോലും, പൈപ്പ് കംപ്ലൈൻ്റ് ആണ്, വെള്ളമില്ലാന്നൊക്കെ. എന്തായാലും ഇനി കിടന്ന സ്ഥലം ഇത് ഇന്നലെ രാത്രി ഞാൻ കണ്ടില്ല കേട്ടോ, ഇപ്പോഴാണ് കാണുന്നത്. എന്തായാലും കുറച്ച് മുന്നോട്ട് പോയി നോക്കാം, വേറെ ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ടാവില്ലേ. അങ്ങനെ വാഷ്റൂം യൂസ് ചെയ്തു. ഇനി കുറച്ച് സമയം വണ്ടി ഓടിച്ചിട്ട് എവിടെയും സൈഡാക്കിയിട്ട് ഭക്ഷണം കഴിക്കാട്ടോ. ഈ റോഡൊക്കെ എനിക്ക് അറിയുന്ന കേട്ടോ, ഞാൻ ഈ റോഡാണ് പഠിച്ചത്. ഇനിയുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്ന സ്ഥലങ്ങളാണ്. ഈ റോഡ് ഗോപിച്ചെട്ടിപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പഠിച്ചത്. ഇതാണ് ഫേമസ് ഭവാനി സാഗർ ആണെന്ന് തോന്നുന്നു. ഭവാനി സാഗർ പുഴ. കേരളത്തിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം നിറയും കേട്ടോ. ഉണ്ടോ, സാധാരണ തമിഴ്നാട്ടിൽ ഇത്രയൊന്നും വെള്ളം കാണാറുണ്ടാവില്ല. കേരളത്തിൽ ഇപ്പം മഴ ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് വെള്ളമാണ്. ഇവിടുന്ന് ഈ ലെഫ്റ്റ് കാണുന്ന ഇതിലേക്കൂടി പോയാലാണ് ഈറോഡ് എത്തുക കേട്ടോ. ഈറോഡ് ടൗൺ ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. സിത്തോട് എന്ന് പറയുന്ന സ്ഥലം ഇത്. ഇപ്പൊ അതിൽ റൈറ്റിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മള് ഗോപിച്ചെട്ടിപ്പാളയം, സത്യമംഗലം, അങ്ങനെ കുണ്ടൽപേട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്ന റോഡാട്ടോ. ഇവിടുന്ന് വലത്തോട്ടേക്ക് പോയി കഴിഞ്ഞാല് അവിടത്തേക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അവിടെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. സ്ഥിരമായിട്ട് ബൈക്കിലായിരുന്നു ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പഠിക്കുന്ന സമയത്ത്. അധികം സത്യമംഗലം അതുവഴി ദിമ്പം, നഗര, കുണ്ടൽപേട്ട്, മുത്തങ്ങ, വയനാട്, കണ്ണൂർ, അങ്ങനെയാണ് ഞാൻ പൊക്കോണ്ടിരുന്നത് പണ്ട്. ഇതുവഴി പാലക്കാട് വഴി പോകാറുണ്ട്, പക്ഷെ മെയിൻലി ആ റൂട്ടിലേക്ക് കൂടിയാണ് പോകാറ് കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ കേരളം ടച്ച് ചെയ്യണം, തമിഴ്നാട് ടച്ച് ചെയ്യണം, കർണാടക ടച്ച് ചെയ്യണം, അടിപൊളി റോഡിലേക്ക് കൂടി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി ഒരു ഡ്രൈവാണ് വേണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് റൂട്ടാണ്, മസ്റ്റ് ട്രൈ ആണ്. ആദ്യം ഈറോഡ് വരിക, ഈറോഡ് അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ നിന്ന് തന്നെ, കോയമ്പത്തൂരിൽ നിന്ന് കുറച്ച് മാറിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ സത്യമംഗലത്തിൻ്റെ അങ്ങോട്ടേക്ക് പിടിക്കാൻ പറ്റും. അവിടെ പോവുക, സത്യമംഗലം ചുരം കയറുക, അടിപൊളി ചുരമാണ്. അത് കഴിഞ്ഞിട്ട് ദിമ്പം, നഗര, എല്ലാം ഗ്രാമം ഏരിയയിലൂടെ. കർണാടകേൻ്റെ ഗ്രാമം കാണാം, തമിഴ്നാടിൻ്റെ ഗ്രാമങ്ങൾ കാണാം. എന്നിട്ട് കുണ്ടൽപേട്ട്, മുത്തങ്ങ, ഇങ്ങനെ വയനാട്, ഇങ്ങനെ അടിച്ച് കറങ്ങി വരാം കേട്ടോ. അടിപൊളി റൂട്ടാണ്. ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയാത്ത റൂട്ടാട്ടോ. ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയാത്ത റൂട്ട് മീൻസ് ഇങ്ങനെ ഒരു സർക്കിൾ അടിക്കാൻ പറ്റും എന്നുള്ളത് എല്ലാവരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. സമയം ഇപ്പം 9:30 ആയിട്ടോ. ഞാനിവിടെ വണ്ടി ഒതുക്കി. ഇനി എനിക്ക് 90 സംതിങ് കിലോമീറ്ററും കണ്ടാണ് ഓടാനുള്ളത് കേട്ടോ. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. കുറേ സമയം നോക്കണ്, എവിടെയും വണ്ടി ഇടാൻ സ്ഥലമില്ല. അപ്പോൾ ഇവിടെ ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയത്. ലോക്ക് ചെയ്തിട്ടില്ലേ? ലോക്ക് ചെയ്തിട്ടുണ്ടാവുക എന്നാലും സംശയമാണ്. ലോക്ക് ചെയ്തിന് ഭക്ഷണം കഴിച്ചിട്ടോ. ഒരു പൊറോട്ട, ഒരു ദോശ, ഒരു ഓംപ്ലേറ്റ്, ഒരു ഹാഫ് ബോയിൽ, എല്ലാം കൂടി 70 രൂപ കേട്ടോ. അവിടെ ഗൂഗിൾ പേ ഇല്ല. ഞാൻ വണ്ടിയിൽ പൈസ എടുക്കാൻ പോയതാണ്. നല്ല ഭക്ഷണമായിരുന്നു. സമയം ഇപ്പോൾ 1:40 നമ്മൾ പാലക്കാട് ടൗണിലേക്ക് കയറാനുള്ള ബ്രിഡ്ജ് എത്തി കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് കോയമ്പത്തൂർ ടൗണിലേക്ക് കയറേണ്ടത്. ഇവിടെ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ട്രക്കിന് കയറാം. ബാക്കിയുള്ള സമയം നോ എൻട്രി ആണ് കേട്ടോ. പിന്നെ നൈറ്റാണ്, നൈറ്റ് 9 മണിക്ക് ശേഷമാണെന്ന് തോന്നുന്നു. ഈ പാലം കയറിയിട്ട് അപ്പുറം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കോയമ്പത്തൂർ ടൗണിലേക്ക് നമ്മൾ എൻട്രി ചെയ്യും. ഞാനങ്ങനെ
കോയമ്പത്തൂർ എത്തി. 25 കിലോമീറ്റർ ഉണ്ട് ഡെസ്റ്റിനേഷനിലേക്ക്. ഒടുവിൽ ഞാൻ യൂ ടേൺ അടിച്ച് കൊടിച്ചിയാർ പാർക്കിംഗ് എന്ന് പറയുന്ന കൊടിച്ചിയാർ റോഡ് എന്ന് പറയുന്ന ഈ റോഡിലേക്ക് കയറി കേട്ടോ. സമയം ഇപ്പം 3:30 ഞാനത് കൊടിച്ചിയാർ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ട് കേട്ടോ. ഇവിടെ വണ്ടി വെച്ചേക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ലൊക്കേഷനിലേക്ക് ഇപ്പോൾ പോകണ്ട, അവിടെ ഒരുപാട് വണ്ടികൾ ക്യൂവിലാണ്. ഇന്ന് നടക്കും തോന്നുന്നില്ല, പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, നാളെ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നോക്കിയിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ. എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ നോക്കണം. ഇവിടെ നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങിയിട്ട് ഞാൻ നേരത്തെ വന്നിട്ട് ഇരുന്ന് കേട്ടോ. കുറേ സമയം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം വിളിയൊരുന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോഴാണ് പറഞ്ഞത് നൂഡിൽസ് കേട്ടോ പറഞ്ഞ കാളൻ മസാലയും പറഞ്ഞു കേട്ടോ. അതായത് മഷ്റൂമിൻ്റെ. ഗുഡ് മോർണിംഗ്. രാവിലെ 9:30 കേട്ടോ. ഞാൻ ഇപ്പോഴും ഇവിടെ പാർക്കിങ്ങിൽ തന്നെയാണ് ഉള്ളത്. ഇതുണ്ടോ ഓരോ വണ്ടികൾ ഇറക്കുന്നത്. അങ്ങനെ ഇങ്ങനത്തെ വണ്ടികളിലാണ് നമുക്ക് പുതിയ വണ്ടികളൊക്കെ വരിക ഡെലിവറി ചെയ്യുക കമ്പനിയിലേക്ക്. അങ്ങനെയുള്ള പാർക്കിങ്ങിൽ വെച്ചിട്ട് അവർ വണ്ടി എടുത്തിട്ട് പോവുക ചെയ്യുക. ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഞാൻ കുറച്ച് സമയം എഴുന്നേറ്റ്. നല്ല തണുപ്പാട്ടോ ഇവിടെ. ഇത്രയും ദിവസത്തെ ചൂടിന്ന് പെട്ടെന്നൊരു ചേഞ്ചാണ്. നല്ല തണുപ്പാണ്. ഞാൻ രാത്രി ഫാൻ ഇടാണ്ട് കുറേ കാലത്തിന് ശേഷം കിടന്നു. ടോയ്ലറ്റ് ഫെസിലിറ്റി ഒന്നും ഇല്ല. ഞാൻ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറമുള്ള ഫ്യൂൽ സ്റ്റേഷനിൽ പോയിട്ടാണ് ടോയ്ലറ്റ് ചെയ്തത്. വേറെ നിവൃത്തിയില്ല, നടന്നുപോയി. ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് എന്നോട് 2 മണിക്ക് ശേഷം വിടാമെന്നാണ് പറഞ്ഞേക്കണം. അവിടെ 10-15 വണ്ടി ഉണ്ട്, അവിടെ കിടക്കുന്നുണ്ട്. അത് അൺലോഡ് ചെയ്തിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ അത് ലോക്കൽ വണ്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ വണ്ടി ലൈന് വണ്ടിയാണ്. ലോക്കൽ വണ്ടിക്കാർക്ക് ശമ്പളം കേട്ടോ, 42,000 രൂപ ശമ്പളമാണ്. ശമ്പളമല്ല, ലൈന് വണ്ടിയാണ്. ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അണ്ണം പറഞ്ഞു ഒരു 2 മണിയാകുമ്പോൾ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് വന്ന് ലൊക്കേഷൻ അയച്ചു തരാം, നമുക്ക് പെട്ടെന്ന് തന്നെ ഇറക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെയെങ്കിൽ എങ്ങനെ സമയം 10:22 ഇവിടെ അടുത്തുനിന്ന് ഹോട്ടലിലും വിടാനും നോക്കി. കുറേ ദൂരം പോകണം ഫ്യൂൽ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഇന്നൊരു ചായയും പപ്സും കഴിക്കാട്ടോ. സമയം ഇപ്പോൾ 2:40 ഞാൻ രാവിലെ പപ്സ് കഴിച്ചതേ ഉള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അവരെന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു. ഡെസ്റ്റിനേഷനിലേക്ക് കയറ്റുന്നതിന് മുന്നേ വേ ബ്രിഡ്ജിൽ പോയിട്ട് വെയിറ്റ് നോക്കിയിട്ട് വരണം എന്ന് പറഞ്ഞു കേട്ടോ. അതൊരു പണിയാണ്. ഇവിടെ അടുത്ത സൈഡിലാണ് വേ ബ്രിഡ്ജ് ഇട്ടതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവേഴ്സ് എടുത്ത് പുറത്തേക്ക് ഇടലൊക്കെ ഭയങ്കര പണിയായിരിക്കും കേട്ടോ. ഇവിടെ കേട്ടോ വേ ബ്രിഡ്ജ് ഇങ്ങനെ ചുറ്റിയിട്ട് കയറി പോകേണ്ടി വരും, അല്ലാണ്ട് കിട്ടില്ല. വലിയണില്ലല്ലോ. അൺലോഡിങ് തുടങ്ങിയിട്ടോ. അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആകെപ്പാടെ വേർത്ത് കുളിച്ച് പാൻറ്റിലൊക്കെ ഫുള്ള് അഴുക്കായി. ആ ടയർ എടുത്ത് വെക്കാൻ നിന്നിട്ട് സാധനം അൺലോഡ് ചെയ്ത് വണ്ടി പുറത്ത് കൊണ്ടുവച്ചിട്ടോ. എനിക്ക് എന്തെങ്കിലും കഴിക്കണം, ചായ കുടിക്കണം. ചായ ഇട്ടോ വേറെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കട്ടെ. ടെസ്റ്റിൻ്റെ നന്നായിട്ട് ഒരു എഗ് നൂഡിൽസും ഒരു കോക്കും കിട്ടും. നല്ല രീതിയിൽ വിശക്കണുണ്ട്. ബ്ലോക്കാട്ടോ. ഞാനാണെങ്കിൽ ട്രെയിലറിൻ്റെ ബ്രേക്ക് അഴിച്ചിടാൻ മറന്നുപോയി. അതുകൊണ്ട് ബ്രേക്ക് ചവിട്ടാൻ തന്നെ വണ്ടി ചാടിക്കയറി പിടിക്കുക. ഞാനങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരു റൗണ്ട് സൗത്ത് ഇന്ത്യ കറങ്ങിയിട്ട് വീണ്ടും ഞാൻ തുടങ്ങിയ സ്ഥലത്ത് തന്നെ പോവുകയാണ്. എന്നോട് അങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞു. ഗിയറിൻ്റെ പണിയല്ല നീ ഇപ്പം കുറച്ച് ദിവസം മുന്നേ എടുത്തേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേറെ സൗണ്ടാണ് വരുന്നത്, അറിയില്ല. ഇനിയിപ്പം അവിടെ പോയിട്ട് അന്ന് മാറ്റിയ പാർട്സിനെങ്ങാണ്ടാണ് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കോമഡിയാവും. 18,000 15,000 അങ്ങനെ എന്തോ എമൗണ്ടിലാണെന്ന് വർക്ക് ചെയ്ത്. ആ പൈസ മൊത്തം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവും. ഞാൻ സ്വയം കുഴി തോണ്ടിയാണോ വലിയൊന്നും എനിക്കറിയില്ല. എന്തായാലും പോയി നോക്കാം. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല കേട്ടോ. കാറുകാരും ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നില്ല. ബൈക്ക് കുറേ കയറി പോകുന്നുണ്ട്, പക്ഷെ കാർ ആരും കയറി വരുന്നില്ല. എല്ലാവരും ക്യൂവിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. നൈസ്.
നമ്മുടെ കമ്പനിയിലെത്താറായിട്ടോ. കമ്പനിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡായത്. ചെറിയ റോഡാണ്. അങ്ങനെ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടു. ഫൈനലി നമ്മൾ കമ്പനീൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇതാണ് നമ്മുടെ കമ്പനി. ഓട്ടെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാനൊന്നും വിടൂല കേട്ടോ. ഒരു ഭയങ്കര സംഭവങ്ങളാണ്. ഞാറില്ലേ JSWൻ്റെ ഡീലർഷിപ്പ് എടുത്തിട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ടേക്കാണ് നമുക്ക് നമ്മുടെ ട്രാൻസ്പോർട്ടിൻ്റെ ഓഫീസ്. ഇത് JSW ആണ്. നേരെ കാണുന്നത് ലെഫ്റ്റിൽ കാണുന്നത് ട്രാൻസ്പോർട്ട്. നമ്മുടെ ട്രാൻസ്പോർട്ട് ഓഫീസും വർക്ക്ഷോപ്പും വണ്ടി പാർക്ക് ചെയ്യുന്നതും ഒക്കെ ഇവിടെയാണ്. ഞാനെല്ലാം പകല് വിശദമായി കാണിച്ചു തരാം. എന്താട്ടോ വർക്ക്ഷോപ്പ് പാർക്കിങ് എല്ലാം ഇവിടെ. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ 9 ആയിട്ടോ. എൻ്റെ വണ്ടീൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യലാണ് കേട്ടോ. എല്ലാ ജനറൽ ചെക്കപ്പും ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാണ്, ടയറൊക്കെ സെറ്റ് ചെയ്യാണ്. ഒക്കെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. നാട്ടിലേക്ക് പോകാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല, നോക്കട്ടെ. ടയർ റൊട്ടേറ്റ് ചെയ്തിട്ട് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ട് കേട്ടോ. ഗിയർ നോയ്സിൻ്റെ ഇഷ്യൂ. ഈ പുള്ളിക്കാരന് കോയിൽ എടുത്തിട്ട് ആക്സിഡൻ്റ് ആയിട്ടുണ്ടാവില്ല കേട്ടോ. ബ്രേക്ക് അടിച്ചിട്ട് കോയിൽ വന്നിട്ട്. പക്ഷേ ഇവിടെയുള്ള ഈ പോർഷനിലേക്ക് കോയിൽ വന്ന് വീണുകൊണ്ട് ക്യാബിനിലേക്ക് വന്നില്ല. അതുകൊണ്ട് വലിയ അപകടം പറ്റില്ല. പക്ഷേ നട്ടലിനും പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ. 1 മണിക്കൂറിന് മുകളിൽ പുള്ളിക്കാരന് വണ്ടിയിലിരിക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ലാന്ന്. എന്താ കേട്ടോ ഭക്ഷണത്തിൻ്റെ ബോസ് 40 രൂപ. ഞാനിവിടെ വന്ന സമയത്ത് വണ്ടി കിട്ടുന്നതിന് മുന്നേ ഈ പാസ് എനിക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പം പൈസ കൊടുക്കണം. എന്താ കേട്ടോ ഭക്ഷണം: സാമ്പാർ, മോര്, ഉരുളക്കിഴങ്ങ്, അച്ചാർ. നൈസാണ്. എന്താ കേട്ടോ വർക്ക്ഷോപ്പ്. അത്യാവശ്യം വലിയ വർക്ക്ഷോപ്പാണ്. എല്ലാ വർക്കും, ബോഡി വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക്, ടയർ വർക്ക്. ടയറിൻ്റെ സെക്ഷൻ ലാസ്റ്റാണ്. എല്ലാ വർക്കും ഇവിടെ തന്നെ ചെയ്യാം. പിന്നെ വാറൻ്റി ഉള്ള വണ്ടി മാത്രമേ ഷോറൂമിലേക്ക് കൊണ്ടുപോകും കേട്ടോ. നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ പോർഷൻ ഇവിടെ വെൽറ്റ് അടിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കുഴപ്പമില്ല. ഇപ്പോൾ ഹെഡ്ലൈറ്റ് കറക്റ്റ് കിട്ടും. ഇല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ഒരു ചായ ഉണ്ടായിരുന്നു ഹെഡ്ലൈറ്റിൽ. ഇവിടെ ഉണ്ടായിരുന്ന ടയർ മാറ്റിയിട്ട് വേറെ ടയർ ഇട്ടിട്ടോ. ചെറിയ കട്ട ടയറാണ്. ആ ടയർ മാറ്റി, ആ ടയർ മാറിയെന്ന് വാങ്ങിയിട്ട് 2 ടയർ മാറി. ബാക്കി എല്ലാ ടയർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്തിട്ടാണ്. ബൈ ദ വേ, എന്നോട് വണ്ടി ഷോറൂമിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. എത്ര ദിവസമാണ് വർക്ക് എന്നൊന്നും അറിയില്ല. ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ അപ്പുറത്തെ ഷോറൂമാണ്. കാരണം വണ്ടിക്ക് വാറണ്ടി ചെയ്യില്ല. അതുകൊണ്ട് ഷോറൂമിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഷോറൂമിൽ പോയിട്ട് ചോദിച്ചോക്കട്ടെ എത്ര ദിവസം എടുക്കുമെന്നൊക്കെ. നാട്ടിൽ പോകാൻ പറ്റുമോ, ട്രെയിൻ ഉണ്ടോ എന്ന് അറിയില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്താണ് വയനാട് ജില്ലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ വീഡിയോ അപ്ഡേറ്റ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ യൂട്യൂബ് ചാനലിലേക്ക് വരുമെന്ന് അറിയില്ല. ഈ സമയത്താണ് ഇന്നലെയാണ് വയനാട് ജില്ല ഉണ്ടായത്. അതിനെ കുറിച്ചൊന്നും പറയാനൊന്നുമില്ല. അതിനെക്കുറിച്ച് എല്ലാ ദിവസവും ഇതിൻ്റെ ഒന്നും പറയാനില്ല. അറിയില്ല വരാൻ പറ്റുമോ, നാട്ടിലേക്ക് വരാൻ പറ്റുമോ അറിയില്ല. 2-3 ദിവസത്തെ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ട്രെയിലർ ഞാൻ അയച്ച് വണ്ടി ടെസ്റ്റ് ചെയ്യുന്നൊക്കെ കൊണ്ടുപോയിട്ട്. ഇതാണ് കിങ് പിന്നെ ഈ സാധനത്തിലാണ് ട്രെയിലർ ബുക്ക് ചെയ്യണത്. ഇതാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണ ഭാഗം. സമയം ഇപ്പോൾ 5:15 കേട്ടോ. ഗിയറിൻ്റെ സൗണ്ട് കേട്ടോ. ഞാൻ ഷോറൂമിലെത്തി കേട്ടോ. URD എന്ന് പറയുന്ന ഷോറൂമാണ്. കോയമ്പത്തൂർ നീലാംബരി എന്ന് പറയുന്ന സ്ഥലം. അതായത് കോയമ്പത്തൂർ ടൗണിലേക്ക് കയറുന്നതിൻ്റെ കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഉള്ള സ്ഥലം കേട്ടോ. ഹൈവേ തന്നെയാണ്. ഇത് അത്യാവശ്യം നല്ല ഒരു ഷോറൂം കേട്ടോ. കാണുമ്പോൾ ഒരു വൃത്തിക്കുണ്ട്. ഒരു ഷോറൂമിൻ്റെ ഫീലുണ്ട്. അങ്ങനെ 1.5 മാസത്തിന് ശേഷം ഞാൻ 1.5
ഒന്നരല്ല 2 മാസത്തിനടുത്ത് നാട്ടിലേക്ക് പോകണം. റെയിൽവേ സ്റ്റേഷനിലെത്തി. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനാണ്. വണ്ടീൻ്റെ വർക്ക് മേ ബി നാളെ തീരുമെന്ന് പറഞ്ഞു. ഞാൻ മാക്സിമം പയ്യെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഓഫീസിൽ നല്ല രീതിയിൽ പ്രഷർ കൊടുക്കേണ്ടതായിരിക്കും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അറിയില്ല എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നത്. ജസ്റ്റ് നാട് വരെ പോയിട്ട് വരാമെന്ന് വരും. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം വീട്ടിൽ കിടക്കാൻ പോകുന്നു.